തൃശൂരിലെ കോൺഗ്രസിന്റെ തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പുറത്തുവിടാത്തതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. KPCC പ്രസിഡന്റിന്റെ അനുമതിയോടെയാണോ കോൺഗ്രസ് വോട്ട് മറിച്ചതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചു. ചരിത്രത്തിലാദ്യമായി താമര ചിഹ്നത്തിന് വിജയിക്കാൻ വോട്ട് മറിച്ചതിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ നടക്കുമ്പോഴാണ് വോട്ട് ചോർച്ച പരിശോധിച്ച KPCC റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം ആദ്യം അടി നടന്നത് കോൺഗ്രസ് ഓഫീസിലാണ്. അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ നടക്കാത്ത മത്സരം ആണ് അന്ന് DCC ഓഫീസിൽ നടന്നത് എന്നും KPCC പ്രസിഡന്റിന്റെ അറിവോടെയാണ് വോട്ട് മറിച്ചത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്തിനായിരുന്നു ഗുസ്തി മത്സരം DCC ഓഫീസിൽ നടന്നത്? താമര ചിഹ്നത്തിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു, ഇതാണ് ആരോപണം. മുമ്പ് നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, വോട്ട് മറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗുസ്തി മത്സരം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ തീരുമാനിച്ചു. ഈ 3 അംഗ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ? അത് KPCC പ്രസിഡന്റ് പൂഴ്ത്തിവെച്ചോ? DCC ഓഫീസിലെ തല്ലിന് പിന്നാലെ അന്ന് DCC പ്രസിഡന്റിനെ നീക്കി. DCCയുടെ ചുമതല പാലക്കാട് MPക്കും നൽകി. RSS ശാഖയ്ക്ക് കാവൽ നിന്ന KPCC പ്രസിഡന്റ് ആയതുകൊണ്ടാണോ റിപ്പോർട്ട് പുറത്തുവരാത്തതെന്നും മന്ത്രി ചോദിച്ചു. ഈ വാർത്തകളൊന്നും മാധ്യമങ്ങൾ ചർച്ച പോലും ചെയ്യുന്നില്ല. KPCC പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്ന തലക്കെട്ട് കൂടി തരാമെന്ന് പറഞ്ഞാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മടങ്ങിയത്. തൃശൂർ പൂരത്തെ ചൊല്ലിയുള്ള വിവാദം ഉൾപ്പെടെ മറയാക്കി BJPക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചത് ചർച്ചയാക്കാതിരിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. കൈരളി ന്യൂസ്, കോഴിക്കോട്.